രണ്ട് കോൺഗ്രസ് നേതാക്കൾ കൂടി ബിജെപിയിൽ ചേരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന BS അനൂപ്, അരുൺ രാജ് എന്നിവരാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പെടുത്തതോടെ ബിജെപി പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബിജെപിയിലേക്ക് ചേക്കേറുന്നത്. ദശാബ്ദങ്ങളായിട്ട് 40-30 വർഷമായി CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃനിരയിൽ നിന്ന് ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ BJP-യിലേക്ക് എത്തുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യം BJP-യാണ്, NDA ആണ് എന്നതിൻ്റെ തിരിച്ചറിവാണ്. കാലാകാലങ്ങളായി പാർട്ടി കാണിച്ച അനീതിയാണ് ഇത്തരത്തിലൊരു ചുവടുമാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്ന് BS അനൂപ് പറഞ്ഞു. വിസ്മയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അസ്തപ്രജ്ഞരായിപ്പോയി. ജനസ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അജ്ഞാനുവർത്തികളെയും അടിമകളായ നേതാക്കന്മാരുടെ അടിമകളായ ചില ആളുകളെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ സ്ഥിരമായി മത്സരിച്ച് തോക്കുന്ന, വല്ലപ്പോഴും മാത്രം ജയിക്കുന്ന കുറേ സ്ഥിരം മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലത്തേതോടുകൂടി കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. സ്ഥിരം മുഖങ്ങളും പാർട്ടി അടിമകളും മാത്രം ഉൾപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കാനായില്ലെന്ന് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന അരുൺ രാജ് പറഞ്ഞു. അവഗണന ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹിച്ച് അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടക്കുക, ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ നിന്നും ഇത്രയും വർഷം 2000 തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇനിയും അവഗണന ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. പല നേതാക്കളും BJP-യിൽ ചേരുമ്പോൾ അത് CPM-ന് സഹിക്കാനാകുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. രാഷ്ട്രീയക്കാരും പറയുന്നു മതിയായി കോൺഗ്രസിനും CPM-നും. അതുകൊണ്ടല്ലേ ഇത്ര ലീഡേഴ്സ് എല്ലാം BJP-യിൽ NDA-യിൽ വരുന്നത്. അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ സുരേഷും അനൂപ് പറഞ്ഞ പോലെ CPM-ന് അത് എന്താ സഹിക്കാൻ പറ്റുന്നില്ല. അവരെന്തെല്ലാം പറയുന്നു. അവർക്ക് എന്താ ഒരു മാനസിക ഒരു പ്രോബ്ലമായി അവർ ആ പാർട്ടി മാറുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.